ഇടുക്കിയിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗാക്രമണങ്ങളിൽ പ്രതിഷേധം ശക്തം. ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ പൂപ്പാറ ബഹുജന റാലിയും പ്രതിഷേധ സമ്മേളനവും സംഘടിപ്പിച്ചു. ഇടുക്കി രൂപത ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. രൂപതയിലെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ സമരത്തിന് ശേഷമാണ് രണ്ടാം ഘട്ട സൂചനാ സമരം എന്ന നിലയിൽ ബഹുജന റാലിയും പ്രതിഷേധ സമ്മേളനവും നടന്നത്. വന്യജീവികളെ വനത്തിൽ തന്നെ അധിവസിപ്പിക്കാൻ നടപടിയെടുക്കുക, വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കുക, വന്യജീവികളെക്കാൾ മനുഷ്യന് മൂല്യം നൽകുന്ന നടപടികൾ സ്വീകരിക്കുക, വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് മതിയായ നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും നൽകുക, പരിക്കേറ്റവർക്ക് മതിയായ നഷ്ടപരിഹാരവും ചികിത്സാ ചെലവും നൽകുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധ സമരവും ബഹുജന റാലിയും സംഘടിപ്പിച്ചത്. എസ്റ്റേറ്റ് പൂപ്പാറയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ബഹുജന റാലി പൂപ്പാറയിലെത്തിയതോടെ പ്രതിഷേധ സമ്മേളനം ആരംഭിച്ചു. പ്രതിഷേധ സമ്മേളനം ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. സർവകക്ഷി യോഗത്തിലെ വാഗ്ദാനങ്ങൾ വെള്ളത്തിൽ വരച്ച വര പോലെ ആകരുതെന്നും വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാരം 50 ലക്ഷമാക്കണമെന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ ആവശ്യപ്പെട്ടു. ഇവിടെ നമ്മുടെ പരിമളം എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടിൽ ഈ സർക്കാർ പ്രഖ്യാപിച്ച 10 ലക്ഷം എത്തിയോ എന്ന് നമ്മൾ അന്വേഷിച്ച് നോക്കണം. അത് കിട്ടാനുള്ള കടമ്പകളെ കുറിച്ചൊക്കെ പത്രത്തിൽ നിങ്ങൾ അടുത്തിറങ്ങി വായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ കടമ്പകളൊക്കെ കടന്ന് ഇതെത്തുമ്പോഴേക്കും കാലതാമസം വരും. തന്നെയുമല്ല, ഈ കൊല്ലപ്പെടുന്നവരൊക്കെ കുടുംബത്തിന് അന്നം കൊടുക്കുന്നവരാണ്. ഈ 10 ലക്ഷം കിട്ടിയാൽ 5 ലക്ഷം കിട്ടിയാൽ ആ കുടുംബം പുലരുമോ? നഷ്ടപ്പെട്ടു പോയവരുടെ ജീവൻ തിരിച്ചു കിട്ടുമോ? ഇല്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ 5 ലക്ഷത്തിന് ഒതുക്കരുത്, ഇതിൽ 50 ലക്ഷമെങ്കിലും ആക്കണം. അപ്പോഴാണ് നമ്മുടെ സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുകയുള്ളൂ. വന്യജീവി ശല്യം മൂലം ജനങ്ങൾക്ക് നാട്ടിൽ ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ്. ആവശ്യമില്ലാത്ത നിയമങ്ങൾ കൊണ്ട് ജനങ്ങളെ കുടിയിറക്കുവാൻ അധികാരികൾ ശ്രമിക്കുകയാണെന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. വന്യമൃഗശല്യത്തിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ ഈ സൂചനാ സമരം വീണ്ടും ജനകീയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നാണ് ഇടുക്കി രൂപതയുടെ മുന്നറിയിപ്പ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.